തമിഴ്നാട്ടിൽ ദേവസ്വം മന്ത്രിയോട് കൈക്കൂലി വാങ്ങിയ ക്ഷേത്ര പൂജാരിക്കെതിരെ നടപടി. പൂജാരിയെ സസ്പെൻഡ് ചെയ്തു. തിരുച്ചെന്തൂർ മുരുകൻ ക്ഷേത്രത്തിലെ ദർശനത്തിനാണ് ക്ഷേത്ര പൂജാരി കൈക്കൂലി ചോദിച്ചത്. അയ്യപ്പനയ്യർ എന്നയാളാണ് കൈക്കൂലി വാങ്ങിയത്. മന്ത്രിയാണെന്ന് പുരോഹിതർ അറിയാതെയാണ് ദേവസ്വം മന്ത്രിയോട് കൈക്കൂലി ചോദിച്ചത്. മന്ത്രിയെ തിരിച്ചറിഞ്ഞതോടെ പുരോഹിതർ മാപ്പ് എഴുതി നൽകി. എന്നാൽ മന്ത്രി മാപ്പ് നൽകിയെന്നതിന്റെ പേരിൽ വിവാദമുയർന്നതോടെ പൂജാരിയെ സസ്പെൻഡ് ചെയ്തു. മന്ത്രി എസ് രമേശിൽ നിന്ന് പ്രത്യേക ദർശനം ക്രമീകരിക്കാൻ 4000 രൂപയാണ് വാങ്ങിയത്. പണം കയ്യിലില്ലെന്ന് പറഞ്ഞപ്പോൾ ഗൂഗിൾ പേ ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു. വൈകാശി ഉത്സവ തിരക്കായതിനാൽ സ്പെഷ്യൽ ദർശനത്തിന് ഫീസ് ഇല്ലായിരുന്നു. ഇതിനിടെയാണ് മന്ത്രി എത്തിയത്. മന്ത്രിയുടെ സ്റ്റാഫ് 4 പേർക്ക് സ്പെഷ്യൽ ദർശനം ലഭിക്കുമോ എന്ന് ചോദിച്ചപ്പോഴാണ് 1000 രൂപ വീതം നൽകണമെന്ന് സുരക്ഷാ ജീവനക്കാർ ആവശ്യപ്പെട്ടത്. മന്ത്രി മാസ്ക് ധരിച്ചാണ് ക്ഷേത്രത്തിലെത്തിയത്. അന്നദാനത്തിനെത്തിയപ്പോഴാണ് മന്ത്രിയെ മറ്റുള്ളവർ തിരിച്ചറിഞ്ഞത്. ഇതോടെയാണ് പുരോഹിതർ മാപ്പ് എഴുതി നൽകിയത്. കൈക്കൂലി വാങ്ങാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി താക്കീതും നൽകി. പൂജാരിയെ ക്ഷേത്ര ചടങ്ങുകളിൽ നിന്ന് വിലക്കിയിട്ടുണ്ട്. 2 സുരക്ഷാ ജീവനക്കാരെ പിരിച്ചുവിട്ടു. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.